കഴിഞ്ഞ ഞായറാഴ്ചയാണ് എറണാകുളം ചളിക്കവട്ടത്ത് ട്രെയിലറിൽ നിന്നും ആഡംബര വാഹനം ഇറക്കുന്നതിനിടയിലുണ്ടായ അപകടത്തിൽ റോഷൻ ആന്റണി എന്ന യുവാവ് മരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് നമുക്കൊപ്പം ചേരുന്നത്. 10:15 ഇപ്പോഴാണ് പോയത്. ഞായറാഴ്ച രാത്രി 10:15. സാധാരണഗതിയിൽ അങ്ങനെ വാഹനം വന്ന് രാത്രിയാണോ ലോഡ് ഇറക്കാറ്? ലോഡ് ഇറക്കുന്ന രാത്രിയാണ്. ഈ പോകുമ്പോൾ എങ്ങനെയാ, എന്താ സാധാരണ ഈ ആരാണ് ഇറക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അൺലോഡിങ് ആരാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായിട്ട് അവർ തന്നെയാണ് ഇറക്കാറുള്ളത്? സ്ഥിരമായിട്ട് അവർ തന്നെ ഇറക്കുന്നത്. ഹസ്ബൻഡ് പോകുമ്പോൾ അവരാണ് ഇറക്കുന്നത്. ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർ തന്നെ ഇറക്കണേന്നാണ് നേരത്തോട്ട് പറഞ്ഞേക്കണം. അദ്ദേഹം ഓടിക്കാറുണ്ടോ റോഷൻ? ഇല്ല, വണ്ടി ഓടിക്കാറുണ്ട്. പക്ഷെ ഇത് ഇറക്കാൻ ഇവർക്ക് പറ്റില്ല. ഇവരപ്പോൾ അവിടെ പോയിട്ട് ഇവരുടെ ഡ്യൂട്ടി അത് അവര് അവിടെ കീയും പേപ്പേഴ്സൊക്കെ അവർ വാങ്ങിച്ചിട്ട് രാത്രി ഇങ്ങോട്ട് കൊണ്ടുവരും. രാവിലെ ഓഫീസിൽ പോകുമ്പോൾ അത് ഓഫീസിൽ കൊണ്ട് അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യലാണ് പതിവ്. അപ്പം അതൊക്കെ പേപ്പർ വർക്കും പിന്നെ അവിടെ ഒരു മേൽനോട്ടത്തിന് ഒരാൾ വേണം. വേറെ ഒന്നും ചെയ്യേണ്ട, അവിടെ പോയി നിന്നാൽ മതി എന്ന് എന്നോട് പറഞ്ഞേക്കണം. ഇവരാരെങ്കിലും ബന്ധപ്പെട്ടോ നിങ്ങളെ? പോലീസോ CITU എന്നുള്ള ഒരു CITU സംഘടനയിൽപ്പെട്ട ആളുകളാണ് ഇറക്കിയെന്നാണ് പറയുന്നത്. ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. CITU സംഘടന ആരും അങ്ങനെ വന്നിട്ടില്ല. നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സും ഓഫീസിൽ നിന്നും അല്ലാതെ ആരും വന്നിട്ടില്ല. ഈ പോലീസുകാർ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചത്, അവരൊരു കേസ് എടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ ഇയാൾക്കെതിരെ. അപ്പോൾ നിങ്ങളുടെ ഒരു വെർഷൻ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ടോ? വീട്ടിലേക്ക് വന്നിട്ടില്ല, എൻ്റെ അടുത്തേക്ക് ആരും വന്നിട്ടില്ല. CITU തന്നെ പെട്ട ഒരാൾ കൂടി അപകടം പറ്റിയെന്നുള്ള തരത്തിലാണ് FIR ഉള്ളത്. അതെ. പക്ഷേ അദ്ദേഹം ഞങ്ങളന്ന് ചെന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയും ICUവിൽ അഡ്മിറ്റ് ആണ്, ഇത്തിരി ക്രിട്ടിക്കലി ഇൻഷുർഡ് ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ ആ സ്പോട്ടിലുണ്ട്. അപ്പോൾ നെറ്റിയുടെ ഇവിടെ ചെറിയൊരു മുറിവും കൈക്കൊരു മുറിവ് മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് അത്ര സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ അവരാ പറഞ്ഞത് ഒരാൾ ICUവിലാണെന്നുള്ളത്. പിന്നീട് അയാളെ നിങ്ങൾ പുറത്ത് തന്നെ കാണുകയും ചെയ്തു? അത് പിറ്റേന്ന് തന്നെ നമ്മൾ അയാളെ പുറത്ത് കാണുവാണ്. പിന്നെ ഈ CITUയുടെ ആൾക്കാർ അവിടെ വന്നായിരുന്നു, പോലീസുകാർ അവരുടെ മൊഴിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ വാഹനം ഇറക്കിയവരുമായി ബന്ധപ്പെട്ടുള്ള ആരും തന്നെയോ പോലീസോ എത്തിയിട്ടില്ല എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ റോഷന്റെ ഭാര്യ പങ്കുവയ്ക്കുന്നത്. മനോജ് മാടശ്ശേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.